നമസ്കാരം. ഇന്ന് നല്ല രുചികരമായ ഗോതമ്പ് മാവ് കൊണ്ട് 3 തരത്തിലുള്ള പലഹാരം ഉണ്ടാക്കാം. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് വെള്ളം നല്ലപോലെ തിളച്ച് വന്ന് നന്നായി ഒന്ന് ഇളക്കി 1 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായി ഒന്ന് ഇളക്കി വെള്ളമെല്ലാം വറ്റി മാവ് പ്ലേറ്റിലിട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലക്സും കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ഇട്ട് മാവ് കുഴച്ചെടുക്കണം. മാവ് കുഴച്ച് വെച്ച് അടുപ്പത്ത് കടായി വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 4 സവോള ചെറുതായി അരിഞ്ഞതും ഇട്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് ഉള്ളിയും തക്കാളിയും വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കരിവേപ്പിലയും ഇട്ട് ഇവിടെ കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അടച്ചു വെക്കാം. ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരത്തേന് അടുപ്പ് തുറന്ന് ഉള്ളിയും തക്കാളിയെല്ലാം നന്നായി വെന്ത് ഇനി കുഴച്ച് വെച്ച മാവിൽ പകുതി എടുത്ത് ടോപ്പിലിട്ട് രണ്ടാമതും ഒന്ന് നന്നായി കുഴച്ച് പരത്തിയെടുക്കണം. ഇനി 4 ഭാഗമായി കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് പ്ലേറ്റിൽ വെച്ച് ഇനി 3 മുട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സമോസ ഉണ്ടാക്കുന്ന പോലെ ആദ്യം ഉള്ളി മസാലയും പിന്നെ മുട്ടയും വെച്ച് ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. നന്നായി ഒട്ടിപ്പിടിച്ചോളും. അങ്ങനെ ഒരു ഷേപ്പിന് വേണ്ടി 2 ഭാഗവും കട്ട് ചെയ്ത് പ്ലേറ്റിൽ വെച്ച് രണ്ടാമതും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. രണ്ടാമതും അതുപോലെ റെഡിയാക്കി ഇനി ഷേപ്പിന് വേണ്ടി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി അടുപ്പത്ത് ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടായി എണ്ണയിലിട്ട് കുറച്ച് നേരമായി തിരിച്ചിടാം. ഗ്യാസ് ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം. ഇനി കോരിയെടുക്കാം. ഇതൊരു പ്രത്യേക രുചിയാണ്. രണ്ടാമതും പൊരിച്ചെടുത്ത് ഇനി ബാക്കിയുള്ളത് പൂരി ഉണ്ടാക്കുകയാണ്. എണ്ണയിലിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. പൂരി റെഡിയായി കോരിയെടുത്ത് സൂപ്പർ പൂരി ആയിട്ടുണ്ട്. ബാക്കി 3 ആവിയിലും വേവിച്ചെടുക്കുക. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക്